കള്ളം പാറി പറന്ന് പോകും. സത്യം തേച്ച് മിനുക്കി വരുമ്പോഴേക്കും കള്ളം പരലോകം വരെ എത്തിയിരിക്കുമെന്ന് ഒരു ചൊല്ലും ഒരു ഫ്രേസുമൊക്കെ ഉണ്ട്. അത് വാസ്തവമാണ്. കഴിഞ്ഞ ദിവസം മേജർ രവി എന്ന മേജർ ഓന്തൻ ഒരു നുണ പൊട്ടിച്ചു. ഇന്നസെൻറ്റിൻ്റെ മരണസമയത്ത് അവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എത്തിയത് ജനങ്ങളെയും അവിടെയുള്ള ആളുകളെയും ഒക്കെ പേടിപ്പിച്ചിട്ടായിരുന്നു. 55 വാഹനങ്ങളുടെ അകമ്പടി, 560 പോലീസുകാരുടെ സുരക്ഷാ സന്നാഹം, ഈ വലയത്തിലൂടെയാണ് പിണറായി വിജയൻ അവിടെ എത്തിയത് എന്നാണ് മേജർ ഓന്തൻ പ്രഖ്യാപിച്ചത്. കാരണം അയാളെ ഓന്തൻ എന്ന് വിളിക്കാനുള്ള കാരണം അയാൾ തരം പോലെ നിറം മാറുന്നവനാണ്. പൃഥ്വിരാജിൻ്റെ ലൂസിഫർ സിനിമ നമുക്കറിയാം, ലൂസിഫർ അല്ല എമ്പുരാൻ സിനിമ വന്നു, നമുക്കറിയാം. മേജർ ഓന്തൻ ആദ്യ ദിവസം കൃത്യമായി അതിനെ പുകഴ്ത്തുകയും അതിനെ വലിയ വാഴ്ത്തിപ്പാടുകയും ചെയ്തിട്ട് പിറ്റേന്ന് സംഘപരിവാർ അജണ്ടയ്ക്ക് തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ആ സിനിമയെ നഖശികാന്തം വിമർശിച്ച് പൃഥ്വിരാജിനെയും കുടുംബത്തെയും വരെ നാറ്റിച്ച രംഗത്തെത്തിയത് നമുക്കറിയാം. അയാളുടെ രാഷ്ട്രീയം നമുക്കറിയാം. നിലനിൽപ്പിന് വേണ്ടി എന്ത് പൊണ്ണത്തരവും പൊള്ളത്തരവും വിളിച്ചു പറയുന്ന മേജർ ഓന്തൻ വിളിച്ചു പറഞ്ഞ കള്ളത്തെ സോഷ്യൽ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ചോദ്യം ചെയ്തിട്ടും അയാൾ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഖേദം പ്രകടിപ്പിക്കേണ്ടത്. അയാൾ തിരുത്തിയേ തീരൂ. വി.ഡി. സതീശനെ ന്യായീകരിക്കാൻ മേജർ രവി ഇറങ്ങിത്തിരിക്കുമ്പോൾ കൃത്യമായ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കണം, മലയാളികൾ മനസ്സിലാക്കിയിരിക്കണം, ഇവർ തമ്മിലുള്ള ഡീല് മനസ്സിലാക്കിയിരിക്കണം. കെ സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയും ഒക്കെ വാചകമടിച്ച് വി.ഡി. സതീശനെ പുകഴ്ത്തുമ്പോൾ, മുമ്പെങ്ങുമില്ലാത്ത സ്ഥിതിയിൽ തങ്ങളുടെ സംഘടനകൾക്ക് തങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, മധുരോദാത്തനായ ഒരു മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, BJP, UDF, BJP, കോൺഗ്രസ് കൂട്ടുകെട്ട് എന്തുമാത്രം ദൃഢമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ SFI സ്വതന്ത്രമായി മത്സരിക്കുകയും SFI സ്വതന്ത്രമായി സമരം ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ ABVPയുടെ സമരത്തിന് KSUക്കാരായിരിക്കും കൂടുതൽ പങ്കെടുക്കുന്നത്. ABVPയോട് KSUവിന് ഒരു മൃദു സമീപനമുണ്ടായിരുന്നു. മുമ്പ് 10-25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ABVPയോട് KSUവിന് ഒരു മൃദു സമീപനമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത്. BJPയോട് ഒരു മൃദു സമീപനമുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധി മലയാളികൾക്കുണ്ട്. മേജർ രവി എന്ന ഓന്തൻ രവി കാറി കൂവിയതുകൊണ്ട് മാത്രം ഇവിടെ നുണ കച്ചവടമാകില്ല, ഇവിടെ നുണകൾ വിജയിക്കില്ല എന്ന വാസ്തവം മനസ്സിലാക്കണം. ഇത് കാലഘട്ടം മാറി. മുമ്പത്തെ പോലെ എന്തു പറഞ്ഞാലും അത് കുന്തം വിഴുങ്ങിയ മാതിരി കേട്ടിരിക്കുന്ന ആളുകളല്ല. എല്ലാ ആളുകളുടെ കയ്യിലും ഒരു വെടിക്കുള്ള ചരിത്ര സമ്പാദ്യം ഒക്കെ ഉണ്ടാകും. വീഡിയോകളായും ഡോക്യുമെൻറ്റുകളായും ഒക്കെ ആളുകൾ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ പ്രസംഗം നടത്തുന്ന ആളുകളോ ഒന്നും ആകണമെന്നില്ല. സാധാരണക്കാർ തന്നെ ഇതൊക്കെ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് സുരേഷ് ഗോപി കാണിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികൾ കൊണ്ടുകൊടുത്ത നിവേദനം പോലും പ്രിൻസിപ്പലിന് കൈമാറിയിട്ട് ഇമാതിരി കാര്യമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ കരളുടച്ച് കടന്നുപോയ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ മനുഷ്യൻ മനസ്സിൽ സൂക്ഷിക്കും. അവരുടെ ലാപ്ടോപ്പുകളിൽ സൂക്ഷിക്കും, കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കും. സുരേഷ് ഗോപി അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണെങ്കിൽ ഇതെല്ലാം പാറിപ്പറന്നു വരും. കുടപിടിക്കാത്തതിന് കൂടെയുള്ള ഉദ്യോഗസ്ഥനെ തുറച്ചു നോക്കി ഭയപ്പെടുത്തുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിക്കും. തൃശ്ശൂർ പൂരപ്പറമ്പിൽ സ്വന്തം വണ്ടിയിലാണ് എത്തിയതെന്ന് പ്രചരിപ്പിക്കുന്ന സുരേഷ് ഗോപി സേവാഭാരതിയുടെ വണ്ടിയിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടും. ഒരു വന്ധ്യവയോധികൻ നിവേദനം കൊടുത്തപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി നേതാക്കൾക്ക് കൊണ്ടുകൊടു എന്ന് ആജ്ഞാപിക്കുന്ന സുരേഷ് ഗോപി വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടും. അങ്ങനെ വാക്കുകൾ കൊണ്ടും ദൃശ്യങ്ങൾ കൊണ്ടും ആക്രമിക്കപ്പെടും. സുരേഷ് ഗോപി കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എടുത്തെടുത്ത് കാണിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഈ മേജർ രവിയുടെ അവസ്ഥയും. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അവസ്ഥയും. പിണറായി വിജയൻ അദ്ദേഹം കടക്കുപുറത്ത് എന്ന് പറഞ്ഞതും ഡാഷ് മോനെ എന്നൊക്കെ വിളിച്ചതുമൊക്കെ നിങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ? പിണറായി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സതീശൻ ഇങ്ങനെ പറയുന്നത് എന്ന് ന്യായീകരിക്കുന്നില്ലേ വി.ഡി. സതീശൻ്റെ ആളുകൾ? ഇവിടെയൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത് തിരുത്തുക. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയേണ്ടവരല്ല. വി.ഡി. സതീശനെ നുണേശൻ എന്നുവരെ സോഷ്യൽ മീഡിയ പരിഹസിച്ച കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം നിയമസഭയിൽ പോലും നുണകൾ എഴുന്നള്ളിക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് മേജർ രവിയുടെ ഈ ആരോപണമാണ്. മേജർ രവി അത് തിരുത്തണം. ആത്മാർത്ഥതയുള്ള, ആണത്തമുള്ള, നട്ടലുള്ള ഒരു പട്ടാളക്കാരനാണ് അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ അയാളത് തിരുത്തണം. കള്ളം പറയരുത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ആയാലും ഇമാതിരിയുള്ള കള്ളങ്ങൾ പടച്ചുവിടരുത്.
പടച്ചുവിടുന്നത് തെറ്റാണ് എന്ന് മാത്രം പറയട്ടെ.